നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള ദുരന്തം വർദ്ധിക്കുകയാണ്. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. നമ്മൾക്ക് നോവായി നിൽക്കുന്നു ആൽജോയും ദിക്ഷലും ഒക്കെ. അതിന് പിന്നാലെയാണ് പോത്തങ്കോട് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിനിയെ പാമ്പ് കടിച്ചു. പോത്തങ്കോട് വേങ്ങോട് സ്വദേശിനി ദുർഗയ്ക്കാണ് പാമ്പ് കടിയേറ്റത്. 18 വയസ്സുകാരിക്കാണ് പാമ്പ് കടിയേറ്റത്. ഇന്നലെ വൈകുന്നേരം അമ്മുമ്മയുടെ വീട്ടിൽ പോയ ശേഷം ഇടവഴിയിലൂടെ വീട്ടിലേക്ക് നടന്നു വരുന്നതിനിടയിൽ പാമ്പ് കടിക്കുകയായിരുന്നു. ഇടത് കാലിന്റെ വിരലിലാണ് പാമ്പ് കടിയേറ്റത്. ഉടൻ തന്നെ ആറ്റിങ്ങൽ വലിയകുന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വർക്കലയിൽ ആശാ വർക്കറിനും പാമ്പ് കടിയേറ്റു. നഗരസഭ വാർഡ് 23 ആശാ വർക്കറായ വർക്കല താലൂക്ക് ആശുപത്രിക്ക് സമീപം ചരുവിള വീട്ടിൽ ഷംനയ്ക്കാണ് പാമ്പ് കടിയേറ്റത്. മാത്രമല്ല ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെ വീടിന്റെ അടുക്കള ഭാഗത്തെ കിണറിന് സമീപം ഇഴഞ്ഞു വന്ന മുറുകൻ പാമ്പിനെ അബദ്ധത്തിൽ ഷംന ചവിട്ടുകയും കടിയേൽക്കുകയുമായിരുന്നു എന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം. വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ആൻജിമെനം നൽകി. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകി. നിലവിൽ പ്രശ്നങ്ങളില്ല, ബോധം തെളിഞ്ഞു, ബന്ധുക്കളോട് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല കായംകുളം വ്യാപാരി വ്യവസായി സഹകരണ സംഘം സെക്രട്ടറി ചേരാവള്ളി സ്വദേശിനി സലീനയും പാമ്പ് കടിയേറ്റു മരിച്ചു. 40 വയസ്സുകാരിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. കൊച്ചുകുളങ്ങരയിൽ വെച്ചാണ് സലീനയ്ക്ക് കടിയേറ്റത്. ഉടൻ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബന്ധുവിന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു സലീന. ആളൊഴിഞ്ഞ പറമ്പിൽ ഇരുചക്ര വാഹനം പാർക്ക് ചെയ്തിരുന്നു. സൽക്കാരത്തിൽ പങ്കെടുത്ത ശേഷം വാഹനം എടുക്കാൻ പോകുമ്പോഴാണ് പാമ്പ് കടിയേറ്റത്. വ്യാഴാഴ്ച രാത്രി 7:30യോടെയാണ് ഈ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ചിറയൻകീഴിൽ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിക്കുകയുണ്ടായി. അതിനു മുന്നേ തൃശൂർ കോടാലിയിൽ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിക്കുകയുണ്ടായി. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ വളരെ നടുക്കുന്ന വിവരങ്ങളാണ് വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് 5ാമത്തെ പാമ്പിനെ കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആ കുട്ടിയുടെ മരണത്തിന് ശേഷം നടത്തിയ പരിശോധനയിൽ പാമ്പുകളെ കണ്ടെത്തിയിരുന്നു. പിന്നീടും പാമ്പുകളെ കണ്ടെത്തി. തുടർച്ചയായി ഇപ്പോൾ പാമ്പുകളെ ആ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയാണ്. ഈ സാഹചര്യത്തിൽ തറ പൊളിക്കുകയാണ്. ഈ വീടിന്റെ തറ പൊളിച്ച് പരിശോധന നടത്തുകയാണ്. വനം വകുപ്പിന്റെ കീഴിലുള്ള സെർപ്പ ടീം വീട്ടിലെത്തി പരിശോധന നടത്തി. ഇതുവരെ 5 പാമ്പുകളെയാണ് ഈ വീട്ടിൽ നിന്ന് മാത്രം സംഘം പിടികൂടിയത്. കോടാലി സ്വദേശിയായ സിൽജോയുടെ മകൻ ആൽജോ ദിവസങ്ങൾക്ക് മുൻപാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു വിദ്യാർത്ഥിയായ ആൽജോയ്ക്ക് പാമ്പ് കടിയേറ്റത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു, പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇത്തരത്തിൽ ഉച്ചവരെയൊക്കെ വേദനയിലാഴ്ത്തിയ മരണം സംഭവിച്ചതിന് പിന്നാലെയാണ് പാമ്പുകളുടെ സാന്നിധ്യം വീണ്ടും ആ വീട്ടിൽ കണ്ടെത്തുന്നത്. തുടർച്ചയായി പാമ്പുകളെ കണ്ടതോടെ കുടുംബം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. തുടർന്ന് സർപ്പ ആപ്ലിക്കേഷൻ വഴിയുള്ള സന്നദ്ധ പ്രവർത്തകരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. കൂടുതൽ പാമ്പുകളെന്ന് സംശയം തോന്നിയിരുന്നു. വീടിന്റെ ശുചിമുറിയിലാണ് പാമ്പിന്റെ സാന്നിധ്യം കൂടുതലായി കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ ശുചിമുറിയുടെ കോൺക്രീറ്റ് തറ പൊളിച്ച് പരിശോധന നടത്തി. തറയ്ക്കടിയിൽ മണ്ണിൽ പാമ്പുകൾക്ക് താവളമൊരുക്കാൻ പാകത്തിലുള്ള മാളങ്ങളോ വിടവുകളോ ഉണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. മാത്രമല്ല കാൽപ്പാടുകളും പാമ്പിന്റെ പടവും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീടിന്റെ തറയ്ക്കടിയിലോ ഇന്റർലോക്കിന് താഴെയോ കൂടുതൽ പാമ്പുകൾ ഉണ്ടാകാമെന്നാണ് ഉദ്യോഗസ്ഥർ സംശയം പ്രകടിപ്പിക്കുന്നത്. ടൈലുകൾക്കടിയിലെ മണ്ണിൽ പാളങ്ങൾ നിർമ്മിച്ച് പാമ്പുകൾ മുട്ടയിട്ട് പെരുകിയിട്ടുണ്ടോ എന്നതും ഒരു സംശയമായി നിലനിൽക്കുകയാണ്. അതീവ ശ്രദ്ധയോടെയാണ് തറ പൊളിക്കുന്ന ജോലികൾ നടന്നത്. വീടിന്റെ മറ്റു ഭാഗങ്ങളിൽ വിശദമായ പരിശോധന നടത്തിയിരുന്നു. പഴയ വീടുകളിലെ തറയിലെ വിടവുകൾ, മതിലുകളിലെ മാളങ്ങൾ എന്നിവയിലൂടെ പാമ്പ് വീടിനുള്ളിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചത്. വീടിന്റെ തറ പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ കുടുംബാംഗങ്ങളെ ഇവിടേക്ക് മാറ്റുകയുള്ളൂ. കൂടുതൽ പാമ്പുകളെ കണ്ടെത്തിയാൽ അവയെ സുരക്ഷിതമായി ഉൾവനത്തിലേക്ക് മാറ്റുക എന്നൊരു നിർണായക തീരുമാനവും കൂടി ഉണ്ടാകും. സുരക്ഷാ നിർദ്ദേശമുണ്ട്. പാമ്പ് ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രദേശവാസികൾക്കും വനം വകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വീടിന് ചുറ്റുമുള്ള കാടുപടലങ്ങൾ പൂർണ്ണമായും വെട്ടിമാറ്റണം. വിറകുകൾ, തൊണ്ടുകൾ എന്നിവ അലക്ഷ്യമായി കൂട്ടിയിടരുത്. രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും വെളിച്ചം ഉപയോഗിക്കണം. ഭിത്തിയിലോ തറയിലോ ഏതെങ്കിലും തരത്തിലുള്ള വിടവുകൾ വീട്ടിലുണ്ടെങ്കിൽ അവ അടിയന്തരമായി അടയ്ക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പാമ്പിനെ കണ്ടാൽ സ്വയം പിടികൂടാൻ ശ്രമിക്കരുത്. ആൽജോയുടെ വിയോഗത്തിന്റെ നടുക്കം കടന്നു പോകുന്നതിന് മുമ്പാണ് വീണ്ടും പാമ്പുകളെ കണ്ടെത്തിയത്. കൊടാലി നിവാസികളെ ആകെ വലിയ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണിത്. വരും ദിവസങ്ങളിലും ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം പ്രദേശത്ത് ഉണ്ടാകും. നാട്ടുകാരുടെ പങ്കാളിത്തത്തോടെ പ്രദേശത്തെ കാടുകൾ വെട്ടിമാറ്റുന്ന പ്രവർത്തനങ്ങളും വേഗത്തിൽ തന്നെ നടക്കുകയാണ്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ഓരോ കുടുംബവും സ്വന്തം വീടും ചുറ്റുപാടും കൃത്യമായി നിരീക്ഷിക്കണമെന്നും വനം വകുപ്പ് അധികൃതർ
അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ അൽജോയുടെ വീട്ടിൽ നിന്നും പാമ്പുകളെ തുടരെ പിടികൂടുന്നത് വളരെ ഗൗരവകരമായുള്ള സാഹചര്യമാണ്. വൈകിട്ട് 7:30 രാത്രി വൈകിയുമാണ് പാമ്പുകളെ കണ്ടെത്തിയത്. ആദ്യത്തെ പാമ്പിനെ അയൽവാസികൾ കണ്ടു. 2 വെള്ളിക്കെട്ടൻ വർഗ്ഗത്തിൽപ്പെട്ട പാമ്പുകൾ. തുടർച്ചയായ 4ാം ദിവസവും പാമ്പുകളെ പിടികൂടുന്ന സാഹചര്യമുണ്ടായി. കിടപ്പുമുറിയോട് ചേർന്ന ശുചിമുറിക്ക് സമീപത്ത് നിന്നാണ് പാമ്പുകളെ കിട്ടിയത്. എന്തായാലും വീടിൻ്റെ തറ പൊളിച്ച് പരിശോധന നടത്തും. പാമ്പിനെ കൂടോടെ നശിപ്പിക്കുക എന്നതാണ് നിലവിലെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം വനംവകുപ്പ് അധികൃതർ അൽജോയുടെ വീട്ടിലെത്തി വീട്ടിലെ നിലത്ത് സ്ഥാപിച്ച ജലസംഭരണി ഉയർത്തി നോക്കി. ടൈലുകൾ, അടുക്കളയിലെ ഗ്രാനൈറ്റ്, മലിനജലം ഒഴുകുന്ന പൈപ്പുകൾ തുടങ്ങിയവ പരിശോധിച്ചു. പക്ഷെ ഒന്നും കണ്ടെത്തിയില്ല. വീട്ടിലെ തുണികൾ, വീടിന് ചുറ്റുമുള്ള തറയുടെ സമീപത്തെ ചെറിയ ദ്വാരങ്ങൾ എന്നിവയൊക്കെ തുറന്ന് പരിശോധിച്ചു. ഒന്നും കണ്ടെത്തിയിരുന്നില്ല എന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. മാത്രമല്ല കുട്ടിയുടെ സഹോദരനും പാമ്പ് കടിയേറ്റിരുന്നു. കുട്ടിയുടെ നില കൂടുതൽ മെച്ചപ്പെട്ടു. അപകട നില തരണം ചെയ്തു ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ പരിശോധന നടത്തുകയാണ്. വളരെയധികം നടുക്കുന്ന സംഭവമാണ് കോടാലിയിൽ ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സമാനമായ സംഭവം തിരുവനന്തപുരം ചിറയൻകീഴിലും കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 8 വയസ്സുകാരനെയാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. മൂർഖം പാമ്പാണ് വീട്ടിനുള്ളിൽ കയറി കടിച്ചത്. കുട്ടിയുടെ വിയോഗം വളരെയധികം വേദന ഉളവാക്കുന്നതായിരുന്നു. കഴിഞ്ഞ ദിവസം കുട്ടിയുടെ നാട്ടുകാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരൊക്കെ മലയാളി വാർത്തയോട് സംസാരിച്ചിരുന്നു സംഭവത്തെക്കുറിച്ച്. പ്രതികരണത്തിലേക്ക്. കുട്ടി ഉറങ്ങിക്കിടന്നപ്പോഴത്തേക്ക് പാമ്പ് കടിച്ച്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് കുട്ടിക്ക് വേദന വന്നപ്പോൾ കുട്ടി അച്ഛനോട് പറഞ്ഞു. അച്ഛനും കുട്ടി അമ്മാമ്മയുടെ കൂടെയാണ് കിടന്നത്. അങ്ങനെ കുട്ടീനെ അപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള കൂട്ടുകാരന്മാരെല്ലാം കൂടെ ഇല്ല, ഞാൻ കൂടെ ഇല്ലായിരുന്നു. എൻ്റെ അനിയനുണ്ടായിരുന്നു. കൂടെ കൊണ്ടുപോയി അവർ ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവരപ്പം തന്നെ അവരെ നോക്കിയിട്ട് പറഞ്ഞു വേറെ കുഴപ്പമില്ലാതെ മെഡിക്കലെ കൊണ്ടുപോകുള്ളൂ. ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാനോ ഒന്നിനും ഉള്ള ഒരു ഹോസ്പിറ്റൽ താല്പര്യപ്പെടുന്നത്. സാധാരണപ്പെട്ട ഒരു താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതാണ്. അതിപ്പോൾ ഈ മോന്റെ കേസ് മാത്രമല്ല, പല സുഖമില്ലാത്ത അമ്മമാരായാലും പ്രായമുള്ളവരെ കൊണ്ടുവന്നാലും അവരപ്പോഴേ റിസ്ക് ആക്കാതെ അവരപ്പോഴേ പറയും മെഡിക്കലെ കൊണ്ടുപോകാൻ പറയും. പക്ഷേ ഒരുപക്ഷെ നല്ലൊരു ട്രീറ്റ്മെന്റ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മോയി ഇത് സംഭവിക്കില്ല. നല്ലൊരു സ്മാർട്ടായിട്ടൊരു മോനായിരുന്നു. അവന്റെ ആ ഒരു സംഭവം ഈ ദുഃഖ വാർത്ത ഈ നാട്ടിൽ എല്ലാവർക്കും നല്ല രീതിയിൽ വിഷമം ഏറ്റിട്ടുണ്ട്. ഇനിയെങ്കിലും ആ ചെറിയ ഹോസ്പിറ്റലിൽ നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ ചെല്ലുന്ന ആൾക്കാരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അവർ വിളിച്ചൊന്ന് അടുത്തിരുത്തി നല്ലൊരു നോക്കി നല്ല 2 വാക്ക് പറഞ്ഞ് എന്തിനാണ് അസുഖം എന്നുള്ളത് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു ദൂരോട്ടിരിക്കുക, ഇരുന്നത് അപ്പോഴേ തുണ്ടിൽ എഴുതിയിട്ട് പറയും ഇവിടെ ഇല്ല, ഒരു മെഡിക്കലെ കൊണ്ടുപോകാൻ പറയും. എന്നുവെച്ചാൽ ഇവിടെയുള്ള നാട്ടുകാർ ഒരുപാട് പേര് ഈ ഒരു ചെറിയ താലൂക്ക് ഹോസ്പിറ്റലിൽ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇനിയെങ്കിലും നല്ല ഒരു ട്രീറ്റ്മെന്റോ ഇതൊക്കെ കൊടുത്ത് പാവപ്പെട്ട ജനങ്ങൾക്ക് ഉള്ള ഒരു ഹോസ്പിറ്റലേ ഉള്ളൂ. ബാക്കി പൈസയുള്ള ആൾക്കാർ ഗവൺമെന്റിൽ പോകും, ഗവൺമെന്റിൽ പോകാതെ പ്രൈവറ്റിൽ പോകും. പക്ഷേ നമ്മൾ പാവപ്പെട്ട ആൾക്കാരെല്ലാവരും പോകുന്നത് തന്നെ ഈ ഹോസ്പിറ്റലാണ്. പക്ഷേ ഒരു പക്ഷേ നല്ല ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഞാൻ കൊച്ചിന്റെ കാര്യം രക്ഷപ്പെട്ടു പോകാൻ. ഇപ്പോൾ ഈ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അത് മെഡിക്കൽ കോളേജ് വരെ എത്തുക വളരെ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ സമയമൊക്കെ ആ കുട്ടിയെ ജീവൻ രക്ഷിക്കാനുള്ള സമയമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സൗകര്യം ആ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ ഇതിലൊന്നും കണ്ടില്ല എന്നാണ് ആശുപത്രി. ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ട് പറഞ്ഞു വേറെ കുഴപ്പമില്ല, നിങ്ങൾ മെഡിക്കലെ കൊണ്ടുപോകാൻ പോയാൽ മതി. അല്ലെങ്കിൽ ഈ കൊച്ചിന് കാലിലാണ് കടിയേറ്റത്. ഇത് രക്തത്തിൽ കയറി മുന്നോട്ട് പോകുമ്പോൾ ലേറ്റ് ആകും, കുറച്ച് സമയം എടുക്കും. അതിന് മുമ്പേ നമുക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടിയിരുന്നേ കുഴപ്പമില്ല. കൊച്ചിന്റെ ഇവിടെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കൊച്ചു വൊമിറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ പറഞ്ഞ് മെഡിക്കലെ കൊണ്ടുപോകാൻ പറഞ്ഞു. മെഡിക്കലെ കൊണ്ടുപോകുന്ന സമയത്ത് കൊച്ചു പറഞ്ഞു തൊണ്ടയിൽ എന്തോ ഇരിക്കുന്ന എന്താ ഇരിക്കുന്നെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ വൊമിറ്റ് ചെയ്യുന്ന സമയം കൊണ്ടാണ്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങ് എത്തുന്ന തന്നെ മരണപ്പെട്ടായിരുന്നു.